അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസാനത്ത് ഭാഗം 19. ലാ തഗ്തബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്ബിൽ ലിമാ ഫീ ലഹ്മിഹിം ദഅഫൂ إن الضعاف متى ما كنت تأكل ولو بجهل جرى في نفسك التلف لا تغتبن നിശ്ചയം നീ പരദൂഷണം പറയരുത്. അഹദൻ ഒരാളെയും പരദൂഷണം പറയരുത്. ഫളൻ അനിൽ ഉലമാ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ നീ പരദൂഷണം പറയരുത്. വലൗ ബിസഹ്വിൻ അത് അശ്രദ്ധയോടെയാണെങ്കിലും നീ ഒരിക്കലും പരദൂഷണം പറയരുത്. ലിമാ ഫിൽ ലഹ്മിഹിം പണ്ഡിതരുടെ മാംസത്തിൽ ഉണ്ടായതിന് വേണ്ടി, ദഅഫു വിഷം ഉണ്ടായതിന് വേണ്ടി ഒരിക്കലും നീ അവരെ പരദൂഷണം പറയരുത്. ഇന്നദ്ദുആഫ മത്താ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫൂ ഇന്നദ്ദുആഫ നിശ്ചയം വിഷം മതാ മാ കുന്ത നീ ആയാൽ തഅകുലുഹു നീ അതിനെ തിന്നുന്നവനായാൽ വലൗ ബിജഹ്ലിൻ അത് വിഷമാണെന്ന് അറിയില്ലാതെയാണെങ്കിലും ജറാ ഫീ നഫ്സിക നിന്റെ ശരീരത്തിൽ നടക്കുന്നത് അത്തലഫൂ നാശമാണ് നിന്റെ ശരീരത്തിൽ നടക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആരെയും നീ ഹറാമായ ഗീബത്ത് പറയരുത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് ഒന്നും പറയരുത്. കാരണം അവരുടെ ശരീരത്തിൽ വിഷമുണ്ടോ, വിഷമാണെന്ന് അറിയാതെയാണെങ്കിലും അത് കഴിച്ചാൽ അപകടം സംഭവിക്കുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യഗ്തബ് ബഅദുകും ബഗ്ളാ നിങ്ങൾ ചിലരെ കുറിച്ച് ഇഷ്ടമില്ലാത്തതൊന്നും പറയരുതേ. ഗീബത്ത് പറയൽ നിഷിദ്ധമാണ്. എന്നാൽ പണ്ഡിതന്മാർ ഗീബത്ത് പറയൽ കേവലം ഹറാമ് മാത്രമല്ല, വൻദോഷവും കൂടിയാണ്. ആയതിനാൽ പണ്ഡിതന്മാരെ കുറ്റം പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാദരിക്കുന്ന ബഹുമാനിക്കുന്നവരെ അവരെ ഖാദിമീങ്ങളായി ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരാദരിക്കണം, ബഹുമാനിക്കണം, പണ്ഡിതന്മാരെ സ്നേഹിക്കണം, അവരുടെ ഇൽമിനെ നിങ്ങൾ ആദരിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കുറച്ച് ദിവസം ക്ലാസ് ഡിലേ ആയത് സുഖമില്ലാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും ക്ലാസ് തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.